ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാഹുൽ പറഞ്ഞു, ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ഇവിടേക്ക് വാ. നിങ്ങളെ കുറച്ചുപേര് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരെ വന്ന് ഒരു പാഠം പഠിപ്പിക്കും. അവരെ തോൽപ്പിച്ച ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രീത്ത് ഫോർ ഗെയിം ബീറ്റ് തരാം. രാഹുൽ പറഞ്ഞതും ഒരു ആരവത്തോടെ നിരവധി വിദ്യാർത്ഥികൾ അവിടേക്ക് വന്നു. എല്ലാവരും 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു. അവർ ഏകദേശം 40-45 പേരുണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ 47 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ഒറ്റയ്ക്കോ ഒരുമിച്ചോ പോരാടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെ തോൽപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഭിമാന പോരാട്ടത്തിൽ വിജയിക്കാൻ സാധിക്കൂ. 47? സാറ ഞെട്ടലോടെ ചേതന്റെ മറ്റ് വിദ്യാർത്ഥികളെ നോക്കി. അവരെല്ലാം ഈ 47 സ്റ്റുഡൻസിനെയും കണ്ട് ഇപ്പോൾ കരയുമെന്ന മട്ടിലാണ് നിന്നത്. 47 പേരെ അവർ എങ്ങനെയാണ് തോൽപ്പിക്കുക? അത്രയും പേരെയും തോൽപ്പിക്കുന്നതൊക്കെ നടക്കുന്ന കാര്യമാണോ? രാഹുലിന് ഇത്രയധികം വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല. കാരണം രാഹുൽ ഒരു പുതിയ അധ്യാപകനാണ്. അധ്യാപകനായി ഉടനെ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വിദ്യാർത്ഥികളെ കിട്ടുക എന്നോർത്ത് അവർ ആശയക്കുഴപ്പത്തിലായി. നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടിയല്ല, ചേതൻ സാറിന് വേണ്ടി. ആനന്ദ് ഉറപ്പോടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു. യുദ്ധക്കളത്തിൽ വെല്ലുവിളി നേരിടാൻ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരോടായി ഫൈറ്റ് ചെയ്യണോ അതോ അവരോടെല്ലാമായി ഒന്നിച്ച് ഫൈറ്റ് ചെയ്യണോ എന്ന് ആ ഫൈറ്ററിന് തീരുമാനിക്കാം. ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ആ അധ്യാപകന്റെ എല്ലാ സ്റ്റുഡൻസിനെയും വെല്ലുവിളിച്ച് തോൽപ്പിക്കണം. എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പന്തയം വിളിച്ച വിദ്യാർത്ഥി വിജയിക്കൂ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഇനി മടിക്കുന്നതിലോ പിന്മാറുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ആനന്ദ് ആത്മവിശ്വാസത്തോടെ പോർക്കളത്തിന്റെ വേലി കടന്ന് അകത്തേക്ക് കയറി. അവന് പിന്നാലെ തന്നെ രാഹുലിന്റെ ഒരു സ്റ്റുഡന്റും പോർക്കളത്തിൽ പ്രവേശിച്ചു. ഉടൻ തന്നെ ഇരുവരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഈ സമയം ചേതനോട് നടന്നതെല്ലാം പറഞ്ഞുകൊണ്ട് വിവേക് സ്റ്റുഡൻസ് ബ്യൂറോയിലേക്ക് നടക്കുകയായിരുന്നു. മേഘയും അവരുടെ കൂടെയുണ്ട്. വിവേക് പറയുന്നതെല്ലാം കേട്ട് ചേതൻ ആകെ ആശയക്കുഴപ്പത്തിലായി. രാഹുൽ സാറോ? ചേതൻ സ്വയം പറഞ്ഞു. ചേതൻ ഒരിക്കലും ആ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. അതുമല്ല, യഥാർത്ഥ ചേതൻ ഈ രാഹുലിനോട് സംസാരിച്ചതായി പോലും അവന്റെ ഓർമ്മയിലില്ല. പിന്നെ എന്തിനാണ് ഈ രാഹുൽ ഇപ്പോൾ തന്നോട് ആവശ്യമില്ലാതെ പ്രശ്നത്തിന് വരുന്നത്? പിള്ളേര് പറയുമ്പോ വിട്ടുകൊടുത്ത എന്താ പ്രശ്നമെന്ന് ചേതൻ ചിന്തിച്ചു. മാജിക് സ്കൂൾ പുറമെ നിന്നും ഒരു ശാന്തമായ സ്കൂളും പരിസരവുമായി കാണപ്പെടുമെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരുപാട് വഴക്കുകളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. പലരും തമ്മിൽ തോൽപ്പിക്കണമെന്നുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. എന്നാൽ ഈ സ്റ്റുഡൻസ് ബ്യൂറോനെ കുറിച്ച് ചേതന് വലിയ ധാരണയില്ല. മറ്റുള്ള അധ്യാപകരെ ദേഷ്യപ്പെടുത്താതിരിക്കാനായി സ്റ്റുഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും സാധാരണ ചെയ്യാത്തതാണ്. എന്നാൽ ചേതൻ ടീച്ചേഴ്സ് കമ്മിറ്റിയുടെ ഭാഗമായ ഒരാളെ ആ സ്ഥാനത്ത് നിന്നും കുറച്ചു നാൾ മുമ്പ് നീക്കം ചെയ്തതാണ്. ചേതന്റെ സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ രാഹുൽ ഇത് അറിഞ്ഞിരിക്കണം. അതൊക്കെ അറിഞ്ഞിട്ടും രാഹുൽ ഇങ്ങനെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വയം തല്ല് ചോദിച്ചു വാങ്ങുന്നത് പോലെയല്ലേ? ഇതോർത്ത് ചേതന് വല്ലാത്ത ദേഷ്യം വന്നു. രാഹുൽ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ചേതൻ കരുതി. അപ്പോഴാണ് എന്തോ ഓർത്തതുപോലെ വിവേക് മറ്റൊരു കാര്യം പറഞ്ഞത്. സാർ, ഈ രാഹുൽ സാറ് നരേന്ദ്രൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, രാഹുൽ സാറിന് ഈ സ്കൂളിൽ അധ്യാപകന്റെ പദവി കൊടുത്തതും നരേന്ദ്രൻ സാറാണ്. ഇതൊക്കെ സത്യമാണോ എന്നറിയില്ല. പക്ഷേ പറഞ്ഞത് കേട്ടത് വെച്ച് നരേന്ദ്രൻ സാറിന്റെ ശുപാർശ കൊണ്ടാണ് രാഹുൽ സാർ ഇവിടെ ടീച്ചറായി കയറിയത്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ചേതൻ എല്ലാം മനസ്സിലായതുപോലെ ഒരു നിഗൂഢതയോടെ തലയാട്ടി. അപ്പോൾ രാഹുൽ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിൽ അത്ഭുതം തോന്നിയില്ല. കാരണം നരേന്ദ്രനെ അയാളുടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യിച്ചത് ചേതനാണ്. അതും ടീച്ചേഴ്സ് കമ്മിറ്റി പോലും നരേന്ദ്രനെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന വിധത്തിലായിരുന്നു അന്ന് ചേതൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അങ്ങനെയുള്ളപ്പോൾ നരേന്ദ്രന്റെ വിദ്യാർത്ഥി എന്ന നിലയിൽ രാഹുലിനെ എങ്ങനെ വെറുതിരിക്കാൻ കഴിയും? ഇതെല്ലാം രാഹുലിന്റെ പ്രതികാര പദ്ധതിയുടെ ഭാഗമായിരിക്കുമെന്ന് ചേതൻ ഊഹിച്ചു. പക്ഷേ കാരണം എന്തു തന്നെയായാലും, എത്ര വലിയ തന്ത്രമുണ്ടായാലും ചേതനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലെന്ന് രാഹുലിന് അറിയില്ലല്ലോ. എന്നാൽ രാഹുലിന്റെ പ്രവൃത്തിക്ക് പിന്നിലെ കാരണം പുറത്തു വന്നതോടെ ചേതൻ കൂടുതൽ പ്രകോപിതനായി. ആരോടും കാരണമില്ലാതെ പ്രശ്നത്തിന് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ചേതൻ. എന്നാൽ ഇങ്ങോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവൻ വെറുതെ ഇരിക്കുകയുമില്ല. തന്റെ ശത്രു എത്ര കരുത്തനാണെന്ന് അറിയാതെയാണ് രാഹുൽ ചേതനുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് പാവം അവൻ അറിയില്ലല്ലോ. അധ്യായം 122. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് കോമ്പറ്റീഷൻ. ചേതന്റെ വിദ്യാർത്ഥികൾ രാഹുലിന്റെ വെല്ലുവിളി സ്വീകരിച്ചു. അരങ്ങിലേക്ക് കയറിയ ആനന്ദ് ആദ്യം ചില നീക്കങ്ങൾ തടഞ്ഞെങ്കിലും പിന്നീട് നിലം പതുക്കുകയും തന്റെ എതിരാളിയുടെ തല്ല് വാങ്ങി രക്തം തുപ്പുകയും ചെയ്തു.
ട്രൈഡന്റ് ഉയർത്താനുള്ള ശക്തി പോലും അവനില്ലായിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കഠിനമായി ചെയ്ത പരിശീലനത്തിലൂടെ ആനന്ദ് വളരെയധികം മെച്ചപ്പെട്ടിരുന്നു. രാഹുലിന്റെ സ്റ്റുഡൻസ് ശക്തിയിൽ അവനേക്കാൾ താഴ്ന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും അവനെ ഒറ്റയടിക്ക് നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. 4 അംഗങ്ങളുമായി മത്സരിച്ച് ആനന്ദ് 5ാമത്തെ വിദ്യാർത്ഥിയുമായി മത്സരിക്കുകയായിരുന്നു. ഇപ്പോൾ തളർന്നു വീഴുമെന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴേക്കും അവൻ ഉണ്ടായിരുന്നത്. ഇതൊരു സാധാരണ മത്സരമായിരുന്നെങ്കിൽ ആനന്ദ് ഇത്ര ദുർബലനാകുമായിരുന്നില്ല. എന്നാൽ മുന്നിൽ നിന്നവർ തികഞ്ഞ ആസൂത്രണത്തോടെ ആക്രമിച്ചതോടെ ആനന്ദ് പതറുകയായിരുന്നു. നേരിൽ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം രാഹുലിന്റെ സ്റ്റുഡൻസ് ആനന്ദിന് പിടികൊടുക്കാതെ അവന് ചുറ്റും കിടന്ന് ഓടുകയും അവന്റെ ആക്രമണങ്ങൾ തടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയും ആനന്ദിനെ മാക്സിമം തളർത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആനന്ദ്, കമോൺ, നിന്നെ കൊണ്ട് കഴിയും. ആനന്ദ്, നീ അവനെ തിരിച്ചടിക്കേ. മൈതാനത്തിന് പുറത്തുള്ള അവന്റെ സുഹൃത്തുക്കൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ ആനന്ദ് ഇപ്പോൾ വല്ലാതെ തളർന്നു തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും അവൻ തന്നിലെ അവസാന ശക്തിയും ഉപയോഗിച്ച് വീഴാതെ എങ്ങനെയും പൊരുതിക്കൊണ്ടിരുന്നു. അങ്ങനെ 5ാമത്തെ വിദ്യാർത്ഥിയെയും അവൻ പരാജയപ്പെടുത്തി. നിന്നെക്കൊണ്ട് നേരെ നിൽക്കാൻ പോലും കഴിയില്ലെന്ന് തോന്നുന്നല്ലോടാ. പാവം, നിന്നെ ഞാൻ ഇനി എന്ത് നേരിടാനാ? ആറാമൻ ഒരു പരിഹാസം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അവൻ പോർക്കളത്തിലേക്ക് കയറി. എന്നിട്ടൊന്ന് ചാടി ഉയർന്ന് ആനന്ദിന്റെ നെഞ്ചിൽ ശക്തമായി ചവിട്ടി. ആനന്ദ് കാലിടറി 7ഓ 8ഓ അടി പിന്നിലേക്ക് വീണു. ഇനി നീ അവിടെ നിന്ന് എഴുന്നേക്കുന്നത് എനിക്കൊന്ന് കാണണം. രക്ഷപ്പെടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാഹുൽ സാറിനോട് പോയി മാപ്പ് പറ. എന്നാ ഞാൻ നിന്നെ വെറുതെ വിടാം. 6ാമത്തെ വിദ്യാർത്ഥി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് അവനൊരു വടിയെടുത്ത് ആനന്ദിന് നേരെ എറിഞ്ഞു. ആ വടിയുടെ വേഗത വെച്ച് അത് ദേഹത്ത് തട്ടിയാൽ ക്ഷണനേരം കൊണ്ട് അത് ഗുരുതരമായ പരിക്കായി മാറും. എങ്ങനെയും ഇത് തടഞ്ഞാ മതിയാകൂ എന്ന് ചിന്തിച്ച് ആനന്ദ് അവനെ തടയാനായി ധൈര്യത്തോടെ തന്റെ ട്രൈഡന്റ് ഉയർത്തി. എന്നാൽ താൻ തളർന്നിരിക്കുന്നത് കൊണ്ട് തന്റെ ട്രൈഡന്റിന്റെ വേഗത കുറഞ്ഞു എന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. അവന്റെ ഓറയുടെ ശക്തി കുറഞ്ഞത് കൊണ്ട് അവന് ട്രൈഡന്റ് ഉപയോഗിക്കാനായി കഴിഞ്ഞില്ല. അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് തന്റെ നേരെ വരുന്ന ആ വടിയെ തടയാൻ കഴിഞ്ഞില്ല. അതെന്തായാലും തന്റെ ദേഹത്ത് കൊള്ളുമെന്ന് ഉറപ്പായതും അവൻ തന്റെ വിധി അതാണെന്ന് കരുതി കണ്ണുകൾ അടച്ചു നിന്നു. അവന് അതല്ലാതെ മറ്റൊരു മാർഗവും ആലോചിക്കാനായി കഴിഞ്ഞില്ല. അവൻ എന്തൊക്കെ മുറകളെ കുറിച്ച് ചിന്തിച്ചാലും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഊർജം അവന്റെ ശരീരത്തിന് ഇല്ലായിരുന്നു. ആ വടിയുടെ അടികൊണ്ട് പോർക്കളത്തിൽ നിന്ന് തെറിച്ചു വീണാൽ പിന്നെ കുറച്ചു ദിവസത്തേക്ക് തനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതി കണ്ണടച്ചു നിന്നിട്ട് ഏറെ നേരമായെങ്കിലും ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല എന്ന് അവന് മനസ്സിലായതും ഉടനെ അവൻ കണ്ണു തുറന്നു നോക്കി. തന്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് അവൻ കണ്ടു. അധികം ഉയരമില്ലെങ്കിലും അയാളുടെ നിൽപ്പിലും ഭാവത്തിലുമെല്ലാം അയാളുടെ ധൈര്യം വിളിച്ചോന്നുണ്ടായിരുന്നു. 6ാമത്തെ വിദ്യാർത്ഥി എറിഞ്ഞ വടി ആനന്ദിന്റെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി തന്റെ വിരലുകൾക്കിടയിലായി പിടിച്ചിരുന്നു. ആ വിദ്യാർത്ഥി ആ വടി പിടിച്ചു വാങ്ങാൻ കഠിനമായി പരിശ്രമിച്ചെങ്കിലും വാങ്ങാൻ പോയിട്ട് വടിയൊന്ന് അനക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. ഈ രംഗം കണ്ട് ആനന്ദ് ഒന്ന് കണ്ണു തിരുമ്മി തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി. ചേതൻ സാർ. അവന് ആളെ മനസ്സിലായതും മെല്ലെ മന്ത്രിച്ചു. അവന്റെ മുമ്പിൽ നിന്നിരുന്നത് മറ്റാരുമല്ല, ചേതനായിരുന്നു. അവന്റെ കണ്ണുകൾ വിടർന്നു. പക്ഷെ സാറ് പറഞ്ഞിരുന്നത് അദ്ദേഹം എവിടെ പോകുന്നല്ലേ? പിന്നെ ഇപ്പൊ എങ്ങനെ ഇവിടെ? ആനന്ദ് ആശയക്കുഴപ്പത്തിലായി. വിവേകിന്റെ കൂടെ ഇവിടേക്ക് വരുന്ന ചേതൻ കണ്ടത് മത്സരത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ആനന്ദിനെയാണ്. അപ്പോഴാണ് ആ വിദ്യാർത്ഥി ഭീമാകാരമായ വടി വളരെ വേഗത്തിൽ ആനന്ദിന് നേരെ അയക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അവനെ രക്ഷിക്കാൻ വേണ്ടി ചേതൻ വേഗം വളയത്തിലേക്ക് എടുത്തു ചാടുകയും വടി തന്റെ കൈകളിൽ ഒതുക്കുകയും ചെയ്തു. ശ്യാമുമായിട്ടുള്ള പന്തയത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിൽ തന്റെ വിദ്യാർത്ഥികളിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ ചേതന് ശ്യാമിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ചേതനാണ് നരേന്ദ്രനെ ടീച്ചേഴ്സ് കൗൺസിലിൽ നിന്നും മാറ്റിയത്. അതുകൊണ്ടാണ് രാഹുൽ ചേതനെ വെറുക്കുന്നതും. എന്നാൽ ചേതനെ തനിക്ക് നേരിടാൻ കഴിയില്ലെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ടാണ് രാഹുൽ ചേതന വിദ്യാർത്ഥികളെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചത്. ഈ മത്സരത്തിൽ ചേതന്റെ വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയാൽ ശ്യാമുമായി നടക്കാൻ പോകുന്ന മത്സരത്തിൽ ശ്യാമിന്റെ വിദ്യാർത്ഥികൾക്ക് ചേതന്റെ വിദ്യാർത്ഥികളെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന് മനസ്സിലാക്കി കരുതി കൂട്ടി ചെയ്തിരിക്കുന്നതാണത്. ആനന്ദിന് ആ വടിയെ തടുക്കാൻ കഴിയില്ലെന്ന് ചേതൻ മനസ്സിലാക്കി. അതുകൊണ്ട് ചേതന് തന്നെ പോർക്കളത്തിലേക്ക് കയറി തന്റെ വിദ്യാർത്ഥിയെ രക്ഷിക്കേണ്ടതായി വന്നു. അവൻ അങ്ങനെ ചെയ്തത് കണ്ടതും രാഹുൽ മുന്നോട്ട് വന്നു. അവന്റെ കണ്ണുകളിൽ വെറുപ്പ് പ്രകടമായിരുന്നു. ചേതൻ സാർ, നിങ്ങൾ ഈ ചെയ്തൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ?
നിങ്ങളുടെ സ്റ്റുഡന്റ് ആണ് എന്റെ സ്റ്റുഡന്റിനെ വെല്ലുവിളിച്ചത്. ഇത് അവർ തമ്മിലുള്ള പോരാട്ടമാണ്. സാറിപ്പോ എന്തിനാ അതിനെ ഇടയ്ക്ക് കയറിയത്? ഒരു വിദ്യാർത്ഥിയോട് ഒരു അധ്യാപകൻ പോർക്കളത്തിൽ ഇറങ്ങി മത്സരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ മത്സരിച്ചിട്ട് ആ സ്റ്റുഡന്റിന് ഒരു ചെറിയ പരിക്ക് പറ്റിയാൽ പോലും നിങ്ങൾക്ക് പിന്നെ ഈ സ്കൂളിൽ തുടരാൻ പറ്റില്ല. ഇതൊന്നും ചോദിച്ചറിയാതെയാണോ നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? ഇത്രയും പറഞ്ഞ് രാഹുൽ വന്ന് അവന്റെ മുന്നിൽ നിന്നു. ചേതൻ അവനെ തന്നെ നോക്കി ആ വടി ഒടിച്ചു കളഞ്ഞു. എന്നിട്ട് കൈകൾ കുടഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഈ മത്സരത്തിൽ നീ നിന്റെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്കും എന്റെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ അറിയിച്ചിട്ടുണ്ടാവണം എന്ന കാര്യം നിനക്കറിയില്ലേ? ഞാൻ വരുന്നതിന് മുമ്പ് നീ എന്തിനാണ് മത്സരം തുടങ്ങിയത്? റൂൾസ് എല്ലാവർക്കും ബാധകമല്ലേ? അതുകൊണ്ടാണ് റൂൾസ് അനുസരിച്ച് തന്നെ ഇത് തുടങ്ങിക്കളയാമെന്ന് കരുതിയാണ് ഞാൻ ഇടയിൽ കയറിയത്. ചേതൻ പുഞ്ചിരിയോടെ എന്നാൽ പരിഹാസത്തോടെയും പറഞ്ഞു. നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല എന്ന് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് നിങ്ങളോട് നേരത്തെ വിവരം അറിയിക്കാൻ പറ്റാതെ പോയത്. പിന്നെ പിള്ളേരെ പഠിപ്പിക്കേണ്ട സമയം നാട് തണ്ടാൻ പോയിട്ട് ഇപ്പോൾ മത്സരത്തിന്റെ നടുവിൽ കയറി വന്നിട്ട് എന്ത് പ്രയോജനം? ഒരു കാര്യം കൂടെ, നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് വെല്ലുവിളിച്ചത്. അത് എന്റെ സ്റ്റുഡൻസ് ഏൽക്കുകയും ചെയ്തു. ഇതുവരെ എന്റെ 5 സ്റ്റുഡൻസിനാണ് പരിക്കേറ്റത്. അതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? ഈ മത്സരം തുടങ്ങിയ സ്ഥിതിക്ക് ഇനി റിസൾട്ട് ആവാതെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ പോയി മാറിയിരുന്ന് മാച്ച് കാണാൻ നോക്ക് എന്ന് പറഞ്ഞ് രാഹുൽ പരിഹസിച്ച് ചിരിച്ചു. എന്നിട്ട് അല്പനേരം ഒന്ന് മൗനമായി ഇരുന്നതിന് ശേഷം വീണ്ടും പറഞ്ഞു, ഇനിയിപ്പോ നിന്റെ സ്റ്റുഡൻസിന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞിട്ട് പോകാൻ പറ. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ് മാത്രമല്ല നിങ്ങളും കാലിൽ വീഴേണ്ടി വരും ചേതൻ സാർ. അത് മറക്കണ്ട. അല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറില്ല. പരിക്ക് പറ്റിയാലും ശരി, ഞങ്ങൾ ജയിക്കാതെ നിങ്ങളെ വെറുതെ വിടില്ല, രാഹുൽ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും ആനന്ദിനും ചേതന്റെ മറ്റു വിദ്യാർത്ഥികൾക്കും വല്ലാതെ ദേഷ്യം തോന്നി. അവരെ ഇങ്ങനെ പ്രകോപിപ്പിക്കാനായിരുന്നു രാഹുൽ അങ്ങനെ പറഞ്ഞതും. ചേതന്റെ കുട്ടികളെല്ലാം ദേഷ്യത്തിൽ മത്സരം തുടരാനായി തയ്യാറെടുത്തു. ആനന്ദിന്റെ മുഖം കോപത്തിൽ ചുവന്നിരുന്നു. ഇപ്പോൾ തോൽവി സമ്മതിച്ചാൽ പിന്നെ ഒരിക്കലും മാജിക് സ്കൂളിലുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല. അവരുടെ മാനം കപ്പലേറും. ഓ, ഞങ്ങളെ കണ്ടിട്ട് നിനക്കെന്താ? ഞങ്ങൾ ഇത് പാതിയിൽ നിർത്തിയിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ കരുതെങ്കിൽ സാറ് വല്ല പകൽക്കിനാവും കാണുകയാണെന്നേ ഞാൻ പറയും, ചേതൻ രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ ആ പറഞ്ഞത് രാഹുലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ആർക്കൊരു പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മത്സരം തുടങ്ങാം. സോ പ്ലീസ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദി റിംഗ്. രാഹുൽ പോർക്കളത്തിന്റെ പുറത്തേക്ക് കൈ കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പിന്മാറുന്ന കൂട്ടത്തിലല്ല എന്ന് കരുതി എന്റെ വിദ്യാർത്ഥി നീ കാരണം പരിക്കേൽക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ വിദ്യാർത്ഥി എന്നല്ല, ഒരു വിദ്യാർത്ഥിക്കും നീ മൂലം പരിക്കേൽക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല, ചേതൻ പറഞ്ഞു. പിന്നെ വലിയ ഹീറോയെ പോലെ നേരത്തെ കുറെ ഡയലോഗ് അടിച്ചിരുന്നല്ലോ. നീ തന്നെയല്ലേ മത്സരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് പറഞ്ഞത്? അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ ചോദിച്ചു. അതെ, ഞാനെപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് മത്സരിച്ചാ നോക്കാം എന്ന് കരുതി എന്റെ സ്റ്റുഡന്റ് നിന്റെ സ്റ്റുഡന്റിനോട് മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് വെച്ചാ നീ മത്സരം നിർത്താൻ പോവുകയാണോ? ഈ മത്സരം തുടങ്ങി ഒരുപാട് നേരമായി, ഇനി നിർത്താനൊന്നും പറ്റില്ലെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. അതുകൊണ്ട് വെറുതെ നടക്കാത്ത കാര്യം പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യരുത്, രാഹുൽ പറഞ്ഞു. അങ്ങനെ നടത്താത്തത് നടത്തി കാണിക്കുന്നതിലാണ് ഒരു ത്രില്ലുള്ളത്. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? എന്റെ സ്റ്റുഡൻസിനെ നിന്റെ സ്റ്റുഡൻസിനെ തോൽപ്പിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി പോകുന്നു തോന്നുന്നു. പകരം എന്തുകൊണ്ടൊന്ന് മാറി ചിന്തിച്ചൂടാ? എന്റെ സ്റ്റുഡൻസിനോട് മത്സരിച്ച് നിനക്ക് ജയിക്കാൻ കഴിയോ? അങ്ങനെ മത്സരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് മത്സരിച്ച് നോക്കാം, ചേതൻ പറഞ്ഞു. എന്നാ വിദ്യാർത്ഥി അധ്യാപക മത്സരോ? ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ട് രാഹുൽ ചേതനെ നോക്കി. ഇയാൾക്ക് ബോധമില്ലെന്നാ തോന്നേ. അതല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ടീച്ചേഴ്സും സ്റ്റുഡൻസുമായിട്ടൊരു മത്സരം ഈ സ്കൂളിൽ അലോ ചെയ്യോ? അങ്ങനെ ചെയ്താൽ തന്നെ അതിനൊരു ലിമിറ്റ് കാണില്ലേ? അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഇല്ലേ? പിന്നെ എങ്ങനെയാ അത് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുക? അവിടെ നിന്നിരുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിച്ചു. അവരെല്ലാം ചേതൻ പറഞ്ഞത് കേട്ട് സ്തംഭിച്ചു പോയിരുന്നു. ഒരു അധ്യാപകൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ അധ്യാപകനെ വെല്ലുവിളിക്കാൻ കഴിയും. അധ്യാപകൻ തോറ്റാൽ അയാളുടെ മാനം പോകും. ഒപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിദ്യാർത്ഥിയോട് മാപ്പ് പറയേണ്ടി വരും. എന്നാൽ ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ.
കാരണം ഏതൊരു അധ്യാപകന്റെയും പദവി സാധാരണയായി വിദ്യാർത്ഥികളെക്കാൾ ഉയർന്നതാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം തന്നെ ഉണ്ടാവാറില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ആ വിദ്യാർത്ഥി ഒരു അധ്യാപകന്റെ അതേ ഡോൺ ലെവലിൽ എത്തിയാൽ ആ അധ്യാപകനോട് മത്സരിക്കാൻ ആവശ്യപ്പെടാം. എന്നിരുന്നാലും ഏതൊരു അധ്യാപകനും ഏതൊരു വിദ്യാർത്ഥിയെക്കാളും കൂടുതൽ അനുഭവ പരിചയം ഉണ്ടായിരുന്നതിനാൽ ഒരേ ലെവലിലാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവരെ തോൽപ്പിക്കുക അസാധ്യമാണ്. ചേതന്റെ സംസാരം കേട്ട് സാറയും കൂട്ടുകാരും ഏതാണ്ട് ഇപ്പോൾ തലകറങ്ങി വീഴുമെന്ന മട്ടിലായി. രാഹുലിന്റെ സ്റ്റുഡൻസിനെ തന്നെ പോയി വെല്ലുവിളിച്ചത് തെറ്റായി പോയില്ല എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ചേതൻ കയറി ഇടപെട്ട് ഇപ്പോൾ അവരുടെ സാറിനെ വെച്ച് മത്സരിപ്പിക്കാൻ നോക്കുന്നത്. ഡോൺ ഫോർ ലെവൽ 1 പോരാളിയാണ് രാഹുൽ. അവൻ മറ്റ് അധ്യാപകരെ പോലെ ശക്തനായിരിക്കില്ല, എന്നാൽ അവൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയുള്ളപ്പോൾ ഡോൺ 1 സ്റ്റേജിലുള്ള സ്റ്റുഡൻസിനെ എത്ര പോരാടിയാലും രാഹുലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ചേതൻ പറഞ്ഞത് കേട്ട് രാഹുൽ പറഞ്ഞു, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള മത്സരവും? നിന്റെ സ്റ്റുഡന്റ് എന്നോട് മത്സരിക്കുമെന്നോ? എന്തോ വലിയ കോമഡി കേട്ടതുപോലെ രാഹുൽ ചിരിക്കാൻ തുടങ്ങി. നീ എന്താ വെറുതെ ചിരിക്കുന്നത്? എന്താ നിനക്ക് എന്റെ സ്റ്റുഡൻസിനോട് മത്സരിക്കാനുള്ള ധൈര്യമില്ലേ? ചേതൻ അവനെ വിടാതെ ചോദിച്ചു. അത് കേട്ട് രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാട് തെണ്ടാൻ പോയ സമയത്ത് നിന്റെ തലയിൽ വലിയ ഇടിയും കിട്ടിയോ? എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ സംസാരിക്കില്ല. എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്തിന്? നീയും നിന്റെ സ്റ്റുഡൻസും ജയിച്ചാ ഞാൻ നിങ്ങൾക്ക് 10 ബ്രീത്ത് ഫോഗിങ് ബീറ്റ്സ് തരാം. പക്ഷെ ഞാൻ ജയിച്ചാ നീ എന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയണം, രാഹുൽ പറഞ്ഞു. എനിക്ക് ഡബിൾ ഓക്കെ, നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. നീ പറഞ്ഞതിന്റെ എല്ലാം സാക്ഷികളാണ് ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും, ചേതൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ചേതൻ സാർ, ചേതന്റെ വിദ്യാർത്ഥികളും അവൻ ഇങ്ങനെ തീരുമാനം എടുത്തത് കണ്ട് സ്തംഭിച്ചു പോയി. ചേതൻ സാർ രാഹുലിനെ കളിയാക്കിയാണെന്നാണ് ആദ്യം അവർ കരുതിയത്. ചേതന്റെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും ഒരു അധ്യാപകനെ തോൽപ്പിക്കാൻ മാത്രം അത് മെച്ചപ്പെട്ടിട്ടില്ലായിരുന്നു. രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് പന്തയം വെക്കാം. ഇനി പറ, നിന്റെ സ്റ്റുഡൻസ് എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യോ അതോ പേടിച്ചോടിപ്പോവോ? നീ തന്നെ അവരോട് ചോദിക്കേ, എന്നിട്ട് അവരോട് കൂട്ടത്തോടെ മത്സരിക്കാൻ വരാൻ പറ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ചേതന് 5 സ്റ്റുഡൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരുമിച്ച് രാഹുലിന് എതിരെ ചെന്നാലും അവർക്ക് രാഹുലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഉവ്വ, നിന്നെ കണ്ടിട്ട് നിനക്ക് എന്റെ ഒരു സ്റ്റുഡന്റിന് തന്നെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ചേതൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ഞാൻ? ചേതൻ അവനെ പരിഹസിക്കുന്നത് കണ്ട് രാഹുലിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷേ ചേതന് അവനോട് സംസാരിച്ച് കളയാൻ സമയമില്ലായിരുന്നു. ചേതൻ തിരിഞ്ഞ് തന്റെ വിദ്യാർത്ഥികളെ നോക്കി. വിദ്യാർത്ഥികൾ പരിഭ്രാന്തനായിരിക്കുന്നത് ചേതന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോരാട്ടക്കളത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ ഈ മത്സരത്തിൽ ഒരു അധ്യാപകനെതിരെ വിജയിക്കുമെന്ന് അവർ ചിന്തിച്ചു. നിങ്ങൾ ചിലരൊക്കെ ഇപ്പോഴും മത്സരിച്ചിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രാഹുലിനെ പറ്റി അറിയണമെന്നില്ല. അതിനാൽ അവന്റെ കൂടെ നിങ്ങളെ മത്സരത്തിന് വിട്ട് ഞാൻ നിങ്ങളെ ടയർഡാക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുലിനെ കൂടെ മത്സരിക്കാൻ ഓർഡറിൽ റിങ്ങിൽ നിൽക്കുന്ന ആനന്ദ് തന്നെ മതി എന്ന് പറഞ്ഞ് ചേതൻ ആനന്ദിനോട് മുന്നോട്ട് വരാൻ ആംഗ്യം കാണിച്ചു. ചേതൻ പറഞ്ഞത് കേട്ട് അവിടെ കൂടിയിരുന്നവർ ഞെട്ടല്ലായിരുന്നു. അധ്യായം 123. ആനന്ദിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ. ചേതന്റെ വാക്കുകൾ കേട്ട് മേഘയും വിവേകും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. മേഘ, നമ്മുടെ സാറിന് എന്തു പറ്റി? ഇവിടെ വന്ന് ആനന്ദിനെ രക്ഷിക്കുമെന്ന് കരുതിയപ്പോ അവനെ നേരത്തേനേക്കാൾ വലിയ കുഴിയിലേക്കാണല്ലോ സാർ തള്ളിയിടുന്നത്. അതും ആനന്ദിന്റെ അവസ്ഥ നോക്കി. നേരെ നിൽക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അവനെ കൊണ്ട് എങ്ങനെ ഒരു ടീച്ചറിനെ തോൽപ്പിക്കാൻ കഴിയും? മേഘയുടെ അടുത്ത് വിവേക് പിറുപിറുത്തു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ സാർ എപ്പോഴും വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാവാറുണ്ട്. പക്ഷെ ഇത്തവണ എന്ത് സംഭവിക്കുന്ന എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എനിക്ക് സാറിന് വിശ്വാസം. മേഘ ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു. പിന്നെ എനിക്കും സാറിൽ വിശ്വാസമില്ലെന്ന് കരുതിയോ? എനിക്കും സാറിൽ നല്ല വിശ്വാസമുണ്ട്, വിവേക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മേഘയുടെ പരിഹരിക്കാനാവാത്ത പ്രശ്നം നിമിഷ നേരം കൊണ്ടാണ് ചേതൻ പരിഹരിച്ചത്. അതുകൊണ്ട് ചേതനോട് അവൾക്ക് എന്നും പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു. അതുപോലെ വിവേകിനും ചേതനോട് ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ചേതനെ പ്രതീക്ഷയോടെ നോക്കി. അപ്പോഴേക്കും ചേതൻ ആനന്ദിനോട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ആനന്ദിന്റെ സ്റ്റാമിന എത്രയുണ്ടെന്നുള്ളത് ട്രൈഡന്റ് ആർട്ടിന്റെ ഉയർന്ന നിലയിലെത്തിയ ചേതന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ ആനന്ദ് ഒരു വിദ്യാർത്ഥിയോട് പോലും മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന അവൻ എങ്ങനെ ഒരു അധ്യാപകനായ
രാഹുലിനോട് മത്സരിക്കും. ഈ അവസ്ഥയിൽ അവൻ രാഹുലിനോട് മത്സരിക്കാൻ പോകുന്നത് വലിയ വിഡ്ഢിത്തമായിരിക്കും. ഡോൺ 1 ലെവലിലുള്ള ആനന്ദ് രാഹുലിനെ തോൽപ്പിക്കുന്നത് സാധ്യമല്ല എന്ന് അവരെല്ലാം ചിന്തിച്ചു. ആനന്ദ്, നീ ഇനി ഒന്നും ആലോചിക്കണ്ട. ആദ്യം രാഹുലിനെ തോൽപ്പിക്കേ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ആദ്യം നീ രാഹുലിനെ തോൽപ്പിക്കേ. നിനക്കവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും എനിക്ക് തരുന്ന വലിയ ഗിഫ്റ്റ്. ചേതൻ പറഞ്ഞു. സാർ, എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിയും എന്നാലോചിച്ച് ആനന്ദിന്റെ മുഖം മാറി. നേരത്തെ ആ വിദ്യാർത്ഥികളോട് മത്സരിച്ചപ്പോ തന്നെ അവൻ നക്ഷത്രം എണ്ണുകയായിരുന്നു. അപ്പോഴാണ് ഇനി അവരുടെ സാറായ രാഹുലിനോട് മത്സരിക്കാൻ പോകുന്നത്. ഇയാൾ ആരാന്ന് ഇയാളുടെ വിചാരം? വല്ലാതെ ഓവറാക്കുന്നുണ്ടല്ലോ. ഹീറോസം കാണിക്കാനാണെങ്കിൽ തന്നെ അതിനും ഒരു ന്യായമൊക്കെ വേണ്ടേ? ആന്നേ, ഇതെങ്ങനെ ചിരിക്കാതെ ഇത്രയും സീരിയസ് ആയിട്ട് ഈ കോമഡി പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. രാഹുലിന്റെ വിദ്യാർത്ഥികൾ പരസ്പരം പറഞ്ഞു ചിരിച്ചു. ആനന്ദ് കുറച്ചു മുമ്പെയാണ് മത്സരിച്ച് ഒരു ട്രൈഡന്റ് ഉയർത്താനുള്ള ശക്തി പോലും ബാക്കിയില്ലാതെയാണ് തളർന്നു പോയത്. ഇപ്പോൾ ഒരു എലിയെ പോലും അടിക്കാൻ ശേഷിയില്ലാത്ത ആനന്ദ് എങ്ങനെ രാഹുൽ സാറിന് തോൽപ്പിക്കും? ഇത് വെറും പാവമായ ആനന്ദിനെ ചിത്രവധം ചെയ്യുന്നത് പോലെയല്ലേ? എന്തിനാണ് ചേതൻ സാർ പരിക്കേറ്റ ആനന്ദിനെ വീണ്ടും കളത്തിലിറക്കാൻ ശ്രമിക്കുന്നത്? ആനന്ദിന്റെ അവസ്ഥ കണ്ടിട്ട് രാഹുൽ സാർ നേരെ വന്ന് നിന്നാൽ തന്നെ ആനന്ദ് തനിയെ റിങ്ങിൽ നിന്ന് വീഴുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഹുലിന്റെ സ്റ്റുഡൻസ് ആനന്ദിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. സാർ, ഞാൻ ആനന്ദിന്റെ ശബ്ദമിടറി. തന്റെ ശരീരത്തിലെ വേദന കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ് ആനന്ദിന് അപ്പോൾ തോന്നിയത്. ചേതൻ സാർ തമാശ പറഞ്ഞതായിരിക്കണം. എങ്കിലും ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെ തമാശ പറയാൻ കഴിയും? ഈ രംഗം കണ്ട് രാഹുലും വാ പൊത്തി ചിരിക്കുകയായിരുന്നു. പക്ഷേ തന്നെ അപമാനിക്കാൻ മനഃപൂർവ്വമാണ് ചേതൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് രാഹുലിനറിയാം. അതുകൊണ്ട് തന്നെ ചേതനെ കൊല്ലണമെന്ന മട്ടിൽ അയാൾ അവനെ ദേഷ്യത്തോടെ നോക്കി. ഈ മത്സരത്തിന് മുമ്പ് എനിക്ക് ആനന്ദിനൊരു പുതിയ ട്രൈഡന്റ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ കൊള്ളാന്നുണ്ട്. അതിന് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ രാഹുൽ സാർ? ആൾക്കൂട്ടത്തിലെ പൊട്ടിച്ചിരിയും രാഹുലിന്റെ ദേഷ്യവും അവഗണിച്ചുകൊണ്ട് ചേതൻ ചോദിച്ചു. ഇപ്പോഴേ ലേറ്റാണ്, ഇനി അതിന്റെ ഇടയ്ക്ക് എന്താ പുതിയ മൂവ് എന്നൊക്കെ പറഞ്ഞ് നേരം കളയുന്നത്? രാഹുൽ പറഞ്ഞു. ഇത്തിരി വൈകിയാലും എന്താ, സാറിന് തോൽക്കാൻ എത്ര തിടുക്കുവാണോ? ഒരു പുഞ്ചിരിയോടെ ചേതൻ പറഞ്ഞു. എന്നിട്ട് ചേതൻ ആനന്ദിന്റെ അടുത്ത് ചെന്നു. ഞാൻ നിനക്ക് പുതിയൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ചേതൻ അവന്റെ കയ്യിലിരുന്ന ട്രൈഡന്റ് വാങ്ങി. എന്നിട്ട് അത് മുന്നോട്ട് നീക്കിപ്പിടിച്ച് ഒരു പ്രത്യേക രീതിയിൽ അത് വെച്ച് തന്റെ ലക്ഷ്യം നോക്കിക്കുത്തി. ആ ടെക്നിക്ക് അത്ര കഠിനമായി ഒന്നും കാണപ്പെട്ടില്ല. കളിക്കായി തമ്മിൽ കുത്തുന്നതിന് സമാനമായിരുന്നു അത്. ചേതൻ സാറിന് എന്ത് പറ്റി? സാറിന് വട്ടായോ? ഇതൊക്കെ ബേസിക് മെത്തേഡ് അല്ലേ? ഇത് പറഞ്ഞു കൊടുത്തിട്ടാണോ സാർ അവനെ ജയിപ്പിക്കാൻ പോകുന്നത്? സാധാരണ സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ പറ്റിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ടീച്ചർ തന്റെ സ്റ്റുഡന്റിനെ പറ്റിക്കുന്നത് കാണുന്നത് എന്നൊക്കെ അവിടെ കൂടി നിന്നവർ പറയാൻ തുടങ്ങി. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ചേതൻ ആനന്ദിനെ പുതിയ ആ നീക്കം പഠിപ്പിച്ചത്. അതെല്ലാവരും വ്യക്തമായി കാണുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ, പഠിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു അവിടെയുള്ളവരെല്ലാം. കാരണം ചേതന കാണിച്ചു കൊടുത്ത ടെക്നിക്ക് ട്രൈഡന്റ് ടെക്നിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തിന്, ഒരു ക്ലീനിങ് സ്റ്റാഫ് നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി വരെ ഇതിന് മികച്ചതായിരിക്കും എന്ന് അവിടെയുള്ളവർ കരുതി. വീണ്ടും ചേതൻ ആൾക്കൂട്ടത്തെ അവഗണിച്ചുകൊണ്ട് ആനന്ദിനോട് ചോദിച്ചു. എന്താ ആനന്ദ്, നിനക്ക് മനസ്സിലായോ? ഒരു വശത്ത് ചിരിക്കുന്ന ജനക്കൂട്ടത്തെയും മറുവശത്ത് ടീച്ചറെയും നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു. സത്യത്തിൽ അവനുള്ളിൽ കരയുകയായിരുന്നു. അവന് അതേയെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ മൂവ് ആർക്ക് വേണമെങ്കിലും ഒറ്റ നോട്ടത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. എന്തിന്, ആദ്യമായി ട്രൈഡന്റ് പഠിക്കുന്നവർ പോലും ആദ്യം പഠിക്കുന്ന മൂവാണിത്. 6-ാം വയസ്സ് മുതൽ ട്രൈഡന്റ് ഉപയോഗിക്കാൻ പഠിച്ചു തുടങ്ങിയ ആനന്ദ് ഇതിലും നല്ല ഒരുപാട് മൂവുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി സാർ, പക്ഷേ ആനന്ദ് വേറെ വഴിയില്ലാതെ ഇപ്പോൾ കരയുമെന്ന മട്ടിൽ പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് ചേതൻ ഇടയിൽ കയറി. മനസ്സിലായില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയി രാഹുലിനെ തോൽപ്പിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ചേതൻ ആനന്ദിന്റെ ഡ്രസ്സിലെ പൊടി തട്ടിക്കളയാൻ തുടങ്ങി. ടീച്ചറുടെ വാക്കുകൾ കേട്ട് ആനന്ദ് കരയാൻ തുടങ്ങി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ചേതൻ അവന്റെ തോളിൽ തട്ടി. ആ നിമിഷം അവനൊരു ശക്തി അനുഭവപ്പെട്ടു. അവന്റെ ഉള്ളിലൂടെ ഓറ ശക്തിയിൽ ഒഴുകാൻ തുടങ്ങി. അത് അവന്റെ സിരകളിലൂടെ കുതിച്ചുകൊണ്ടിരുന്നു. അവന്റെ സിരകളിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ആനന്ദിന് അത്രയും നേരം തോന്നിയ തളർച്ചയെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി. അവനിൽ ഒരു പുതു ഉണർവ് അനുഭവപ്പെട്ടു.
താനൊരു ഊർജം വർദ്ധിപ്പിക്കാനുള്ള ടോണിക്ക് കുടിച്ചതുപോലെയാണ് ആനന്ദിന് തോന്നിയത്. ഒരു വിധത്തിൽ ക്ഷീണവും ഒരു ലോകം പോലെയാണ്. കഠിനാധ്വാനവും ഞരമ്പുകളുടെ തടസ്സവും കാരണം മനുഷ്യൻ ക്ഷീണിതനാകുന്നു. ചേതന് തന്റെ ശുദ്ധമായ ഓറ കൊണ്ട് ആ തടസ്സം നീക്കം ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനത് ആനന്ദിന്റെ ദേഹത്ത് ഉപയോഗിച്ചു. ചേതൻ ആനന്ദിന്റെ ചെവിയിലായി പറഞ്ഞു, എന്റെ ഓറയെ നീ തടയരുത്. അത് നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് ബ്രീത്തിങ്ങും ഒരേ താളത്തിലാക്ക. ചേതൻ തനിക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ ആനന്ദ് ചേതൻ പറഞ്ഞതുപോലെ ചെയ്തു. അവന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ഓറയുടെ അതേ താളത്തിൽ അവൻ ശ്വസിക്കാൻ തുടങ്ങി. അവന്റെ ഉള്ളിലൂടെ ഒഴുകിയ ഓറ അവന്റെ സിരകളിലൂടെ ഒരു പുതിയ പാത തീർത്തതായി അവൻ അനുഭവപ്പെട്ടു. ഒരു പുതിയ പാതയിലൂടെ ഓറ ഒഴുകിയതും താൻ ഇപ്പോൾ എന്തിനേയും തുളച്ചു പോകാൻ കെൽപ്പുള്ള ഒരു ട്രൈഡന്റായി സ്വയം മാറിയത് പോലെയാണ് അവന് തോന്നിയത്. തന്റെ ശക്തിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന മട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ഉന്മേഷം അവന്റെ മനസ്സിൽ വന്നു. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ട്രൈഡന്റ് ആർട്ടിന്റെ ഇന്നർ ബ്രീത്തിങ് മെത്തേഡ് അല്ലേ? ആനന്ദ് മന്ത്രിച്ചു. ആനന്ദ് ഒരു കുട്ടിയാണെങ്കിൽ പോലും ഈ പാറ്റേൺ തിരിച്ചറിയാൻ അവന് കഴിയുമായിരുന്നു. ഒരു വ്യക്തി ട്രൈഡന്റോ മറ്റേതെങ്കിലും ആയുധമോ ഉപയോഗിക്കാൻ പഠിച്ചാലും അവന് അതിനോടൊത്ത് ചേർന്നു പോകുന്ന ഒരു ഇന്നർ ബ്രീത്തിങ് മെത്തേഡ് കൂടെ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരാളുടെ ഇന്നർ ബ്രീത്തിങ്ങും അവന്റെ ആയുധം കൈകാര്യം ചെയ്യുന്ന രീതിയും ഒരേ താളത്തിൽ എത്തുമ്പോൾ മാത്രമേ അവന് അവന്റെ പൂർണ്ണ ശക്തിയും പുറത്ത് കൊണ്ടുവരാനായി കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ നീക്കങ്ങൾ കാണുമ്പോൾ അവ പവർഫുൾ ആയി തോന്നുമെങ്കിലും അവ സത്യത്തിൽ പവർഫുൾ ആയിരിക്കില്ല. ആനന്ദ് ഇതുവരെ വലിയ ശക്തിയേറിയ ട്രൈഡന്റ് ടെക്നിക്കുകൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവൻ ചെറുപ്പം മുതൽക്കേ ട്രൈഡന്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഒരു കണക്കിന് പറഞ്ഞാല് ട്രൈഡന്റ് ഇപ്പോൾ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്നർ ബ്രീത്തിങ് അവന്റെ ഉള്ളിൽ അനുഭവപ്പെട്ട ഉടനെ തന്നെ അവന് മനസ്സിലായിരുന്നു. ഈ ടെക്നിക്ക് അവൻ ഇന്നേ വരെ പഠിച്ചിട്ടുള്ള എല്ലാ ടെക്നിക്കുകളെയും അപേക്ഷിച്ച് ഏറ്റവും മികച്ച ഒന്നാണെന്ന് അവൻ അറിയാം. ഈ ടെക്നിക്ക് കാണാൻ വളരെ ലളിതമായിരുന്നു. എന്തിന് ഒരു കൊച്ചു കുട്ടിക്ക് പോലും അത് പഠിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനെ ഈ ഇന്നർ ബ്രീത്തിങ്ങുമായി യോജിപ്പിച്ചപ്പോൾ ഇത് പല ട്രൈഡന്റ് തിയറികൾ യോജിപ്പിച്ചുണ്ടാക്കിയ ലളിതമായ ഒരു ട്രൈഡന്റ് ആർട്ട് ആണെന്ന് മനസ്സിലായി. ഈ ലോകത്തിൽ ഇത്രയും പവർഫുൾ ആയ ഒരു മൂവ് ഉണ്ടാകുമെന്ന് ഞാൻ ഓർത്തില്ല, ആനന്ദ് മനസ്സിൽ പറഞ്ഞു. അവന് അത്ഭുതമായിരുന്നു. താനിപ്പോൾ ഒരു ട്രൈഡന്റ് ആർട്ട് പഠിച്ചു എന്നത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതും വളരെ ലളിതമായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പഠിച്ചു കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ ടെക്നിക്കിനെ ട്രൈഡന്റ് ആർട്ട് എന്നും പറയാൻ കഴിയില്ല. ഇത് ട്രൈഡന്റ് ആർട്ടിനേക്കാൾ മികച്ചതായിരുന്നു. ആനന്ദ് ഈ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ചേതൻ അവന്റെ ചെവിയിൽ മന്ത്രിച്ചത്. നീ സോണോട്ടായി പോകാതെ നിന്റെ ഉള്ളിലോട് ഒഴുകുന്ന ഊർജത്തിൽ ശ്രദ്ധ കൊടുക്കുക. നിന്റെ ഇന്നർ ബ്രത്തും ട്രൈഡന്റ് ആർട്ടും തമ്മിൽ ഒത്തുചേർക്കാൻ ശ്രമിക്കേ. ചേതൻ പറഞ്ഞു. ശരി സാർ, ആനന്ദ് മറുപടി പറഞ്ഞു. ചേതൻ സാർ തന്നെ ഏറ്റവും ഒരു ഉയർന്ന തലത്തിലെ ടെക്നിക്ക് പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൻ ചേതൻ പറഞ്ഞതുപോലെ തന്റെ ഇന്നർ ബ്രീത്തിൽ ശ്രദ്ധ ചെലുത്തി. അവൻ ചേതൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഇന്നർ ബ്രീത്തും ട്രൈഡന്റ് ആർട്ടും കൂട്ടിയിണക്കാൻ ശ്രമിച്ചു. ഓരോ ആയുധത്തിനും യുദ്ധതന്ത്രത്തിനും ചില അന്തർലീനമായ ശക്തി ഉണ്ടായിരുന്നു. ഒരു ടെക്നിക്ക് പഠിക്കാൻ ഒരു യോദ്ധാവ് തന്റെ അടഞ്ഞ പോയിന്റുകളിലെ എല്ലാ തടസ്സങ്ങളും തുറക്കണം. വളരെ നീണ്ടതും മടുപ്പിക്കുന്നതുമായ ഒരു പ്രക്രിയയായിരുന്നു അത്. ഇത് പൂർത്തിയാകാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. 6-ാം വയസ്സ് മുതൽ ട്രൈഡന്റ് പഠിക്കാൻ തുടങ്ങിയതാണ് ആനന്ദ്. അവൻ ഡോൺ 1 സ്റ്റേജ് ആണ്. അവന്റെ ശരീരത്തിൽ ചേതൻ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ഇന്നർ ബ്രീത്ത് മാത്രമേ ഉള്ളൂ. എങ്ങനെ വായിൽ നിന്നും ഓറ ശേഖരിക്കണം എന്നൊന്നും അവൻ അറിയില്ല. അവന്റെ ശരീരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കാൻ സത്യത്തിൽ അവന് 2 വർഷമെങ്കിലും സമയമെടുക്കുമായിരുന്നു. എന്നാൽ ചേതന്റെ സഹായത്തോടെ അവന്റെ ഉള്ളിലെ അടഞ്ഞ പോയിന്റുകൾ നിമിഷ നേരം കൊണ്ട് തുറന്നു. അവന്റെ ഉള്ളിലൂടെ ഒഴുകിയ ചേതന്റെ ഓറ വളരെ പ്യുവറായിരുന്നു. ആ ഓറ ഒഴുകുന്നതനുസരിച്ച് ആ വഴിയിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യപ്പെട്ടു. അവന്റെ സിരകൾ ശുദ്ധമാക്കപ്പെട്ടു. തന്റെ ശരീരത്തിലെ എല്ലായിടത്തും ഈ ഇന്നർ ബ്രീത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് ആനന്ദിന് മനസ്സിലായിരുന്നു. തന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. ചേതന്റെ ശബ്ദം അവന്റെ ചെവിയിൽ വീണ്ടും പ്രതിധ്വനിച്ചു. നീ ഈ ടെക്നിക്ക് ശരിയായി ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പൊ തൽക്കാലം നീ ക്ഷീണിതനായി തന്നെ അഭിനയിക്ക്. എന്നിട്ട് രാഹുൽ നിന്നോട് പോരാടാൻ വരുമ്പോ അവൻ ഒറ്റ പഞ്ച് കൊണ്ട് നീ തോപ്പിക്കണം. ചേതൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി ആനന്ദ് ശരിയെന്ന് തലയാട്ടി. എങ്കിലും അവൻ അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നു. ചേതൻ സാറിന്റെ ഓറയും തന്റെ ശരീരത്തിലെ ഓറയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോയി എന്നോർത്ത് അവന് ആകെ സംശയമായി. ഓരോ വ്യക്തിയുടെയും ഓറയിൽ അവർ പരിശീലിക്കുന്ന ടെക്നിക്കുകളുടെ ഒരു അംശവും കലർന്നിരുന്നു. അങ്ങനെ ഒരാളിലേക്ക്
മറ്റൊരാളുടെ ഓറ കടത്തിവിടുമ്പോൾ ഈ വ്യത്യസ്ത ശക്തികളുള്ള ഓറകൾ തമ്മിൽ ചേരാതിരിക്കുകയും അത് കയറുന്ന ശരീരത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും. ഇത് ചേതന്റെ പഴയ ലോകത്തെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് പോലെയായിരുന്നു. ഒരേ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അത് രോഗിയെ മോശമായി ബാധിക്കും. എന്തിന്, അവർ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇവിടെയും. എന്നാൽ ചേതന്റെ ഓറ ആനന്ദിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടും അവന് ദോഷമായി ഒന്നും ബാധിച്ചില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ചേതൻ സാർ എപ്പോഴാണ് ട്രൈഡന്റിനെ കുറിച്ച് പഠിച്ചത്? അദ്ദേഹം ട്രൈഡന്റിനെ കുറിച്ച് അറിയുന്ന ഒരാളായിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചിന്തയിലായിരുന്നു ആനന്ദ്. പക്ഷേ ഇതൊക്കെ ആലോചിക്കാൻ ഇപ്പോൾ സമയമില്ലെന്ന് അവൻ അറിയാമായിരുന്നു. പിന്നെ ചേതൻ പറഞ്ഞതുപോലെ ആനന്ദ് അഭിനയിക്കാൻ തുടങ്ങി. വിറയ്ക്കുന്ന കൈകളാൽ ട്രൈഡന്റ് ഉയർത്തി. അത് കണ്ട രാഹുൽ ഉറക്കെ പറഞ്ഞു, വാ നമുക്ക് മത്സരിക്കാം. ആനന്ദിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് അവനെ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താമെന്ന അമിതാവേശത്തിൽ രാഹുൽ റിങ്ങിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. അധ്യായം 124. തോറ്റു തുന്നമ്പാടി രാഹുൽ ആക്രോശത്തോടെ വളയത്തിലേക്ക് ചാടി. ആനന്ദിന്റെ അഭിനയം കണ്ടാൽ അവനൊന്ന് കാറ്റടിച്ചാൽ അപ്പോൾ പറന്നുപോകും എന്ന അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് ദുർബലനായാണ് അവൻ അവരുടെ മുന്നിൽ നിന്നത്. ചുറ്റുമുള്ളവരെല്ലാം അവൻ തന്റെ ഈ അവസ്ഥയും വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്രയും ബേസിക് ആയ ടെക്നിക്ക് പഠിപ്പിച്ചു തന്നിട്ട് അത് വെച്ച് പോയി മത്സരിക്കാൻ തന്റെ ടീച്ചർ പറഞ്ഞത് കേട്ട് അതുപോലെ അനുസരിക്കുന്ന ഒരു വിഡ്ഢിയായാണ് അവരെല്ലാം അവനെ കണ്ടത്. ടീച്ചറിനോ ബോധമില്ല. എന്നാൽ അവനെങ്കിലും ആ ബോധം വേണ്ടേ? ഇപ്പോൾ അവനല്ലേ ചേതന്റെ ഈ ടെക്നിക്ക് കാരണം അടി വാങ്ങി കൂട്ടാൻ പോകുന്നത് എന്ന് അവിടെയുള്ളവർ ചിന്തിച്ചു. അവർക്കെല്ലാം ആനന്ദിന്റെ അവസ്ഥയിൽ സഹതാപമായിരുന്നു. രാഹുലും അവന്റെ അവസ്ഥ കണ്ട് ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് രാഹുലിന് ഒരു ആശയം തോന്നിയത്. അവൻ ആനന്ദിന്റെ മുൻപിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ സാറിവിടെ ബലിയാടായിട്ട് പറഞ്ഞു വെച്ചതാണോ? ഇവിടെ നീ തോറ്റാ പോലും നിന്റെ സാറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈസിയായി തോറ്റ എന്റെ കുറ്റം മുഴുവനും നിന്റെ തലയിലിട്ടിട്ട് നിന്റെ സാറ് ഊരിപ്പോരും. അവന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം. ഇപ്പോ ഇതിന്റെ ഇടയിൽപ്പെട്ട് തല്ല് വാങ്ങിക്കൂട്ടാൻ പോകുന്നത് നീയാണെന്ന് മാത്രം. രാഹുൽ പറഞ്ഞു നിർത്തി അട്ടഹസിച്ചു. രാഹുൽ തന്നെ അപമാനിച്ചത് കേട്ട് ആനന്ദിന് വല്ലാത്ത ദേഷ്യം വന്നു. പക്ഷേ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ചേതൻ പറഞ്ഞതൊക്കെ ഓർത്തതും അവൻ തന്റെ ദേഷ്യമടക്കി അഭിനയം തുടർന്നു. അവൻ തളർച്ചയോടെ തന്റെ ട്രൈഡന്റ് ഉയർത്താൻ നോക്കി. എന്നിട്ട് മുന്നോട്ട് നോക്കി പറഞ്ഞു, രാഹുൽ സാർ, അടിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ അടിക്കണേ പ്ലീസ്. ട്രൈഡന്റ് ഉയർത്തുമ്പോൾ ആനന്ദ് തന്റെ കൈകൾ വിറയ്ക്കുന്നതായി നടിച്ചു. അവന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഒപ്പം കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അവിടെ നിന്ന് എല്ലാവർക്കും വല്ലാത്ത സഹതാപമാണ് തോന്നിയത്. ചേതൻ വീരവാദം മുഴക്കിയാണ് പോർക്കളത്തിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം വല്ലാതെ വിചിത്രമായിരുന്നു. ഈ കാര്യം മറ്റു സ്കൂളുകളിൽ അറിഞ്ഞാൽ തീർച്ചയായും ബഹളമുണ്ടാകുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിലും ആനന്ദിന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും അവിടെ തന്നെ നോക്കി നിന്നു. ചേതൻ സാർ എന്തിനാ അവനെ മത്സരത്തിന് അയച്ചത്? അവന്റെ അവസ്ഥ ഒന്ന് നോക്ക്. ഒരു ടീച്ചറോട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയൊന്നും അവനിൽ ബാക്കിയില്ല. സാറിന് എന്നെ അയച്ച പോരായിരുന്നില്ലേ? സാറ് എന്നെ അയക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. സാറ ചേതനോട് പറഞ്ഞു. ആനന്ദിന്റെ അവസ്ഥ കണ്ട് അവൾക്ക് ഇത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ചേതൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ചോദിച്ചത് കേട്ട് ചേതൻ അവളോട് പറഞ്ഞു, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഡിയർ സാറ. തന്റെ ടീച്ചറുടെ ആത്മവിശ്വാസത്തിൽ സാറ അത്ഭുതപ്പെട്ടു. അതിനാൽ അവൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ സ്റ്റേജിലേക്ക് നോക്കാൻ തുടങ്ങി. ഇതേ സമയം ദേഷ്യത്തിൽ നിന്നിരുന്ന രാഹുൽ ആനന്ദ് പറഞ്ഞത് കേട്ട് കൂടുതൽ കോപത്തിലായി. ഞാൻ നിന്നെ മയത്തിലടിക്കണോ അല്ലേ? നോക്കിയിരുന്നോ? നിനക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദി നിന്റെ സാറാണ്, രാഹുൽ അരിശത്തോടെ പറഞ്ഞു. ശരി സാർ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യേ, ഞാൻ അതെല്ലാം സഹിച്ചോളാം. അതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. ആദ്യം ഞാൻ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് ആനന്ദ് മുന്നിലേക്ക് വന്നു നിന്നു. രാഹുൽ ഒരു അധ്യാപകൻ ആയതുകൊണ്ട് ആദ്യത്തെ നീക്കം അദ്ദേഹത്തിന് നടത്താൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് സമയം കളയാതെ ചേതൻ പഠിപ്പിച്ചതുപോലെ ആനന്ദ് ട്രൈഡന്റ് പിടിച്ചു. സത്യത്തിൽ ഇപ്പോൾ താഴെ വീഴുമെന്ന അവസ്ഥയിൽ ദുർബലനായി നിൽക്കുന്ന ആനന്ദ് തന്നെ ആക്രമിക്കാൻ ഏറ്റവും ബേസിക് ആയ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കണ്ട് രാഹുലിന്റെ ദേഷ്യം ഇനിയും കൂടി വന്നു. രാഹുൽ തന്റെ ശക്തിയെ ഡോൺ സ്റ്റേജ് 1 താഴ്ത്തി. ഒരു ആയുധവുമില്ലാതെ വെറും കൈകളോടെ ആനന്ദിനെ നേരിടാനായി മുന്നോട്ട് ചെന്നു. രാഹുൽ ആനന്ദിനെ തോൽപ്പിക്കുമെന്ന ചിന്തയിൽ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇതാണ് പറ്റിയ സമയം. രാഹുൽ ഒരു ആയുധം പോലും എടുക്കാതെ തന്നെ തടയാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ട് ആനന്ദ് ചിന്തിച്ചു. എന്നിട്ട് അവൻ തന്റെ ശക്തി മുഴുവനും ആ ട്രൈഡന്റിലേക്ക് നൽകി. ഇത്രയും നേരം ആടിനെ പോലെ നിന്നവൻ പെട്ടെന്ന് സിംഹത്തെ പോലെയായി മാറി. ബൂം! ആനന്ദ് രാഹുലിന്റെ നെഞ്ചിന് നേരെ ആ ട്രൈഡന്റ് എറിഞ്ഞു.
രാഹുൽ ആനന്ദിനെ നേരിടാൻ ദേഷ്യത്തിൽ മുന്നിലേക്ക് വരികയായിരുന്നു. എന്നാൽ തനിക്ക് നേരെ വരുന്ന ആപത്ത് കണ്ടതും അയാൾ പതറിപ്പോയി. രാഹുലിന് ട്രൈഡന്റ് ഉപയോഗിക്കാൻ അറിയില്ല. എന്നാലും ഡോൺ ഫോർ ലെവലിലെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തനിക്ക് നേരെ വരുന്ന ആ ട്രൈഡന്റിന്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ രാഹുലിന് കഴിഞ്ഞിരുന്നു. അവന്റെ നേരെ വന്ന ആ ട്രൈഡന്റിന് വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. അത് വായുവിനെ കീറി മുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നത്. കാറ്റുപോലും ആ ട്രൈഡന്റ് നീങ്ങുന്നതിനനുസരിച്ച് ദിശ മാറി പോകുന്നതിന്റെ ശബ്ദം അവിടെ എങ്ങും മുഴങ്ങിക്കേട്ടു. രാഹുൽ ആദ്യം തന്റെ ശക്തി കുറച്ചാണ് ഉപയോഗിച്ചതെങ്കിലും താൻ തന്റെ മുഴുവൻ ശക്തി എടുത്താലും തനിക്ക് ഇതിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളത് അതിനകം തന്നെ മനസ്സിലാക്കിയിരുന്നു. ഡോൺ സ്റ്റേജ് 1-ലുള്ള ഒരാൾക്ക് എങ്ങനെ ഇത്രയും ശക്തി വന്നു? രാഹുൽ ഞെട്ടലോടെ ചിന്തിച്ചു. അയാൾക്ക് അവിടെ സംഭവിക്കുന്നതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതേ സമയം ആനന്ദിന്റെ മനസ്സിൽ ചേതന്റെ വാക്കുകളായിരുന്നു. മുന്നിലിരിക്കുന്നവന്റെ കെണിയിൽ താൻ അകപ്പെട്ടുവെന്ന് രാഹുൽ മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് എത്ര തളർന്നിട്ടും ആനന്ദ് വീണ്ടും തന്നോട് മത്സരിക്കാൻ തയ്യാറായത് എന്ന് രാഹുലിന് മനസ്സിലായി. അല്ലാതെ നോക്കിയാൽ ഒരു ഡോൺ ഫോർ സ്റ്റേജിലുള്ള ഒരു അധ്യാപകനോട് പോരാടാൻ മാത്രമുള്ള ശക്തിയൊന്നും ആനന്ദിനില്ല. പിന്നെ ഇപ്പോൾ ഇതെങ്ങനെ? രാഹുലിന് ചിന്തിച്ചു നിൽക്കാൻ അധികം സമയമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ വേഗം തന്നെ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ആ ട്രൈഡന്റ് തടയാൻ ശ്രമിച്ചു. അരവിന്ദിനെ പോലെ ഡോൺ 7 സ്റ്റേജിലെ ട്രൈഡന്റിൽ പ്രാവീണ്യമുള്ള ഒരാൾക്ക് പോലും ഈ നീക്കം തടുക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ രാഹുലിന് എന്ത് ചെയ്യാൻ കഴിയും? ആനന്ദിന്റെ ട്രൈഡന്റിന്റെ കൂർത്ത മുന രാഹുലിന്റെ നെഞ്ചിൽ വന്നു തട്ടി. അയാളുടെ വായിൽ നിന്നും രക്തം പുറത്തേക്ക് വന്നു. പ്രഹരത്തിന്റെ ആഘാതത്തിൽ അയാൾ തെറിച്ച് റിങ്ങിന് പുറത്തേക്ക് പോയി വീണു. അയ്യോ, രാഹുൽ വേദനയിൽ അലറുകയായിരുന്നു. പെട്ടെന്നായിടം മുഴുവനും ഒരു സൂചി വീണാൽ പോലും അറിയുന്ന അത്ര നിശബ്ദമായി മാറി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആ കാഴ്ച കണ്ട് ഞെട്ടലായിരുന്നു. ഞെട്ടൽ അകന്നു മാറിയ ചിലർ തമ്മിൽ പിറുപിറുക്കാൻ തുടങ്ങി. എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? രാഹുൽ എങ്ങനെയാണ് ഒറ്റയടിക്ക് ഇങ്ങനെ പറന്നുപോയത്? നടന്നതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണോ? തളർന്ന അവശനായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായാണ് രാഹുൽ സാർ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. രാഹുൽ സാർ ആനന്ദിനെ എളുപ്പത്തിൽ തോൽപ്പിക്കുമെന്ന് അവർ കരുതി. ഒരു വിരലിന്റെ ബലം പോലും അയാൾ ഉപയോഗിക്കേണ്ടതില്ലെന്ന് അവർ കരുതി. രാഹുൽ സാർ തന്റെ എല്ലാ അധികാരവും ചട്ടങ്ങൾ ലംഘിച്ച് ഉപയോഗിച്ചു. എന്നിട്ടും അതേ വിദ്യാർത്ഥിയുടെ ആക്രമണം തടയാനാവാതെ സ്റ്റേജിൽ നിന്നും തെറിച്ച് താഴേക്ക് വീണു. സാറയും ഋഷിയും ബാക്കി അവിടെ നിന്നവരും സ്തംഭിച്ചു പോയി. ഇത്രയും ദിവസം ആനന്ദ് അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ശക്തി എത്രയാണ് എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും പെട്ടെന്ന് ഇവന് എങ്ങനെയാണ് ഇത്രയധികം ശക്തി ലഭിച്ചത്? ഒരു ഡോൺ 4 സ്റ്റേജിലെ അധ്യാപകനെ ഒരു ഡോൺ 1 സ്റ്റേജിലെ വിദ്യാർത്ഥി തോൽപ്പിക്കുന്നത് അവർക്കെല്ലാം ഒരു പുതിയ കാഴ്ചയായിരുന്നു. ഇത് ചേതൻ പഠിപ്പിച്ചു കൊടുത്ത ട്രൈഡന്റ് ടെക്നിക്കിന്റെ ഗുണമാണെന്ന് അവിടെയുള്ളവർ മനസ്സിലാക്കി. അവരെല്ലാം ചേതനെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. വെറുമൊരു ബേസിക് ടെക്നിക്കായിരുന്നു ചേതൻ അവനെ പഠിപ്പിച്ചത്. അത് വെച്ച് സത്യത്തിൽ ഒരു എലിയെ പോലും കൊല്ലാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ടെക്നിക്കിന് എങ്ങനെ ഇത്രയും ശക്തി വന്നു? മറുവശത്ത് രാഹുലിന്റെ വിദ്യാർത്ഥികൾ ടീച്ചറെ പ്രോത്സാഹിപ്പിക്കാൻ കൈകൾ ഉയർത്തിയിരുന്നു. എന്നാൽ അവർ ആരവം മുഴക്കുന്നതിന് മുമ്പ് തന്നെ മത്സരം അവസാനിച്ചിരുന്നു. സാർ, രാഹുലിനെ സഹായിക്കാൻ ചിലർ മുന്നോട്ട് വന്നു. എന്നാൽ രാഹുൽ എങ്ങനെയോ തനിയെ എഴുന്നേറ്റ് നിന്നു. നീ? ദേഷ്യത്തോടെ ചേതനയാൾ തുറച്ചു നോക്കി. പക്ഷേ മറ്റൊന്നും പറയാൻ കഴിയുന്നതിന് മുമ്പ് ആനന്ദ് ട്രൈഡന്റും കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു. എന്നിട്ട് രാഹുലിനോട് പരിഹാസത്തോടെ പറഞ്ഞു, സാർ, എന്നോട് മയത്തിലൊക്കെ ഫൈറ്റ് ചെയ്തതിന് താങ്ക്സ്. അത് കേട്ട് രാഹുലിന്റെ മുഖം നാണക്കേട് കൊണ്ട് ചുവന്നു. രാഹുൽ ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ തന്ത്രങ്ങൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ മറ്റേതെങ്കിലും രീതിയിൽ കീഴടക്കുമായിരുന്നു. നിനക്ക് ഇത്തരം ഒരു ട്രൈഡന്റ് ടെക്നിക്ക് അറിയാമെന്നുള്ളത് ആര് കണ്ടു? ഇതെല്ലാം നിന്റെ ചേതൻ സാറിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരെയും പിന്നീട് ശരിക്ക് കണ്ടോളാം. അതൊക്കെ എന്തിനാ സാർ പിന്നീടാക്കുന്നത്? ഞാനല്ലേ സാറിന് മുന്നിൽ നിൽക്കുന്നത്. ദാ നല്ലതുപോലെ തന്നെ കണ്ടോ. ആനന്ദ് തന്റെ കൈകൾ വിടർത്തി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ചേതന്റെ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ചിരിച്ചു. ആരോ തന്റെ മുഖത്തടിച്ചത് പോലെയാണ് രാഹുലിന് തോന്നിയത്. രാഹുലിന്റെ അഭിമാനത്തിന് ഇന്ന് അവരുടെ മുമ്പിൽ വെച്ച് ഏറ്റ ആഘാതം അവന്റെ മരണം വരെ അവനോടൊത്തു തുടരും. ആനന്ദ് വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ രാഹുൽ സാർ, ഞാൻ ജയിച്ച എനിക്ക് 10 ബ്രീത്ത് ഫോർഗിങ് ബീറ്റ്സ് തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ ഞാൻ വിജയിച്ചില്ലേ? ഇനി എന്തിനാണ് നോക്കി നിൽക്കുന്നത്? എനിക്ക് ഉടൻ തന്നെ ആ ബീറ്റ്സ് തരൂ. രാഹുൽ രോഷാക്കുലനായിരുന്നുവെങ്കിലും തന്റെ മാനം അല്ലാതെ തന്നെ കപ്പലേറി എന്നുള്ളത് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തന്റെ വാഗ്ദാനം കൂടി പൂർത്തിയാക്കാതിരുന്നാൽ തനിക്ക് ബാക്കിയുള്ള മാനം കൂടെ പോകും എന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ഭാരപ്പെട്ട മനസ്സോടെ പോക്കറ്റിൽ നിന്നും ഒരു ബോട്ടിലെടുത്ത് അയാൾ ആനന്ദിന് കൊടുത്തു. ബോട്ടിൽ കയ്യിൽ കിട്ടിയതും ആനന്ദ് വേഗം തന്നെ അത് തുറന്നു. അതിൽ പറഞ്ഞതുപോലെ തന്നെ 10 ബീഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പുതിയ ഊർജം നിറച്ചു. ചേതൻ സാർ, ആനന്ദ് വളരെ സന്തോഷത്തോടെ ആ ബോട്ടിൽ
തന്റെ ടീച്ചറിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. ഇതിനു വേണ്ടിയാണ് ഉച്ചവരെ ഇവർ ഇവിടെ ബഹളം വെച്ചത്. അതുകൊണ്ട് സത്യത്തിൽ ആനന്ദിന് വേണമെങ്കിൽ അത് സ്വന്തമായി എടുക്കാം. എന്നാലും അവൻ അത് ചേതന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. മറുവശത്ത് രാഹുലിന്റെ ഹൃദയം പിടഞ്ഞു. എല്ലാ മാസവും ഒരു ടീച്ചർക്ക് ഒരു ബ്രീത്തിങ് ഫോർഗിങ് ബീഡ് മാത്രമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് 10 കിട്ടുന്നത് നിധിക്ക് തുല്യമായിരുന്നു. ആനന്ദ് ആ ബീഡ്സും കൊണ്ട് ചെന്നെങ്കിലും ചേതൻ ആ ബീഡ്സിനെ വലിയ കാര്യമായി കണക്കാക്കിയില്ല. ആൽക്കിമിസ്റ്റ് ചേതന് ഈ ബീഡ്സ് ഒക്കെ നിസ്സാരമായിരുന്നു. രാഹുലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചേതൻ ഈ മത്സരത്തിന് ഇറങ്ങിയത് തന്നെ. അതുകൊണ്ട് ഈ ബീഡ്സ് ഉപയോഗിക്കാൻ ചേതൻ അനുവദിക്കില്ല. ചേത, നിന്റെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ ജയിച്ച് ഈ ബീഡ്സ് സ്വന്തമാക്കിയത്. ഈ ബീഡ്സിൽ നിനക്കൊരു അവകാശമില്ല. അതുകൊണ്ട് നാണം കെട്ട് നീ നിനക്ക് അവകാശമില്ലാത്തത് വാങ്ങി ഉപയോഗിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ചേതനോട് പറഞ്ഞു. ചേതൻ ആ ബോട്ടിൽ കയ്യിൽ വാങ്ങി. ഞാനിത് ഉപയോഗിക്കാനോ? എനിക്കെന്നല്ല, എന്റെ സ്റ്റുഡൻസിന് പോലും ഈ വേസ്റ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ചേതൻ ആ ബോട്ടിൽ അടുത്തുള്ള കുളത്തിലേക്ക് എറിഞ്ഞു. ഒരു ശബ്ദത്തോടെ ആ ബോട്ടിൽ വെള്ളത്തിലേക്ക് വീണു. അത് കുളത്തിനുള്ളിലേക്ക് മുങ്ങിത്താഴ്ന്നു. ഹേ, എന്തായി ചെയ്യുന്നത്? എല്ലാവരും അത് കണ്ട് ഞെട്ടി. രാഹുൽ പോലും അത് കണ്ട് പതർച്ചയിലായിരുന്നു. ചേതൻ എന്താണ് ഈ ചെയ്തത്? ആ 10 ബ്രീത്ത് ഫോർഗിങ് ബീഡ്സിനും 1000 രൂപ വിലയുണ്ട്. അവനത് ശരിക്കും കുളത്തിലെറിഞ്ഞോ? സാറയും ആനന്ദും ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളും അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അവരുടെ എല്ലാം മുഖം വിളറി വെളുത്തിരുന്നു. അത് കണ്ട് ചേതൻ പറഞ്ഞു, അത്ഭുതപ്പെടാനില്ല. ഈ ബീഡ്സ് ഊർജം ശേഖരിക്കാൻ സഹായിച്ചാലും അത് കഴിക്കുന്തോറും അതിന് അഡിക്റ്റായി മാറും. കുറച്ചു കഴിയുമ്പോ ഈ മരുന്നിന്റെ സഹായമില്ലാതെ ഊർജം ശേഖരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അതുകൊണ്ട് അത് വിട്. അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതല്ല. എന്നിട്ട് അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്തു. എന്നിട്ടത് തന്റെ സ്റ്റുഡൻസിന് കൊടുത്തു. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് തീരുമ്പോ ഇനിയും തരാം. ചേതൻ അവരോട് പറഞ്ഞു. ആ ബോട്ടിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ സാറ വേഗം ആ ബോട്ടിൽ വാങ്ങി. അവൾ അത് തുറന്നു നോക്കി. അതിനുള്ളിൽ ഉള്ളത് കണ്ട് അവൾ സ്തബ്ധിച്ചു നിന്നുപോയി. ആ ബോട്ടിലിനകത്ത് സൂക്ഷിച്ചിരുന്ന ഗുളികകൾ ഉരുണ്ടതും തിളക്കമുള്ളതുമായിരുന്നു. അതിന്റെ സുഗന്ധം നേരിട്ട് മനുഷ്യ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ഈ ഗുളിക ഓരോ യോദ്ധാവിനും ഒരു ടോണിക് പോലെയായിരുന്നു. ആ ബീഡ്സിനേക്കാൾ വിലയേറിയതാണിത്. ഈ പിൽസും ബീഡ്സും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള അന്തരമുണ്ടായിരുന്നു. ഈ ഗുളികകൾക്ക് വില വളരെ കൂടുതലായിരുന്നു. ഓരോ ഗുളികയും വിപണിയിൽ 1000 സ്വർണ്ണ നാണയങ്ങൾക്കാണ്. ചേതൻ അവർക്കത് 2 ബോട്ടിലാണ് തന്നത്. ഈ ബോട്ടിലിൽ ഡസൻ കണക്കിന് പിൽസ് ഉണ്ടായിരുന്നു. അവൻ വിദ്യാർത്ഥികൾക്ക് നൽകിയത് യഥാർത്ഥ ഗുളികകളാണോ, വ്യാജമാണോ? കൂട്ടത്തിൽ പലരും ഞെട്ടലോടെ ചോദിച്ചു. ചിലർ ഒന്നും മനസ്സിലാകാതെ തലകുലുക്കി. അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കുന്നതായി തോന്നി. ഈ ബുള്ളറ്റുകൾക്കെല്ലാം മൊത്തം 60-70 വില വരും. ചേതൻ അത് തന്റെ വിദ്യാർത്ഥികൾക്ക് വെറുതെ കൊടുക്കുന്നു. അവൻ ഇത്ര പണക്കാരനാണോ? ഇതുകൊണ്ടാണോ അദ്ദേഹത്തിന് ബ്രീത്ത് ഫോർഗിങ് ബീഡ്സിനോട് താല്പര്യമില്ലാത്തത്? എന്നാലും ഇതെങ്ങനെ സംഭവിക്കും? കയ്യിൽ ഈ പിൽസ് ഉള്ളപ്പോൾ ആരെങ്കിലും ആ ബീഡ്സ് തിരിഞ്ഞു നോക്കുമോ എന്നൊക്കെ പല ചിന്തകൾ രാഹുലിന്റെ ഉള്ളിലൂടെ കടന്നുപോയി. അവന്റെ മുഖം ചുവന്നിരുന്നു. ആരോ തന്റെ മുഖത്ത് ഒന്നിനു പുറകെ ഒന്നായി അടിക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. ആദ്യം വളരെ ലളിതമായൊരു നീക്കം പഠിച്ച് ചേതന്റെ വിദ്യാർത്ഥി അത് ഉപയോഗിച്ച് രാഹുലിനെ വളരെ മോശമായി മർദ്ദിച്ചു. പിന്നീട് എല്ലാവരും നിധിയായി കാണുന്ന ആ ബീഡ്സ് ഒരു വേസ്റ്റ് പോലെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്കൂളിലെ ഏറ്റവും മോശമായിരുന്ന, ഏറ്റവും താഴേക്കിടയിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു അധ്യാപകനാണ് ഇപ്പോൾ രാഹുലിനോട് ഇങ്ങനെ ചെയ്തത്. രാഹുൽ മാത്രമല്ല, ഇതെല്ലാം കണ്ട് അവന്റെ സ്റ്റുഡൻസും ഞെട്ടല്ലായിരുന്നു. ചേതനെ കുറച്ച് കണ്ടത് തെറ്റായി പോയോ? എപ്പോ മുതലാണ് ഈ ഉപകാരമില്ലാത്തവൻ ഇത്ര വലിയവനായി മാറിയത്? രാഹുൽ ചിന്തിച്ചു. ഇത് കണ്ട മറ്റുള്ളവർക്ക് മാത്രമല്ല, സാറയ്ക്കും കൂട്ടുകാർക്കും പോലും എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അധ്യായം 125. ചേതന്റെ ശിഷ്യരിൽ ശക്തനാര്? ചേതൻ ബ്രീത്ത് പിൽസ് തന്റെ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചതും അവർ ആവേശഭരിതരായി. സാർ, ഇത് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടിയാണോ? ആനന്ദ് വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. അല്ലാതെ ഞാൻ പിന്നെ ഇത് വേറെ ആർക്ക് കൊടുക്കാനാ? അതുപോട്ടെ, ഈ ചെറിയ കാര്യത്തിനൊക്കെ നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്?